ശബരിയിലേക്ക് വരാം, മറുപടി അദ്ദേഹം പറഞ്ഞ അവസാനിപ്പിച്ചോട്ടെ. അതിലേക്ക് വരാം. ഇവരുടെ കണക്ക് സംഘപരിവാറാക്കേണ്ട കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കാണുന്ന മീഡിയ വണ്ണിലെ തന്ത്രം കേൾക്കേണ്ട ആവശ്യം നമുക്കൊന്നുമില്ല. ഇയാൾ കണക്ക് പറഞ്ഞാൽ കണക്ക് പറ. ശബരിയിലേക്ക് വരാം, അദ്ദേഹം പറഞ്ഞ അവസാനിപ്പിച്ചോട്ടെ. ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് സംഘപരിവാർ അത് കേൾക്കേണ്ട ആവശ്യമൊന്നും കോൺഗ്രസ്സുകാർക്കില്ല. ഇയാൾ കണക്ക് പറഞ്ഞാൽ കണക്കിന് അടിസ്ഥാനത്തിൽ പറയാം. ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അത് നമ്മൾ സമ്മതിച്ചില്ലെങ്കിൽ സംഘപരിവാറാക്കേണ്ട ആവശ്യമൊന്നും കേൾക്കേണ്ട ആവശ്യം നമുക്കില്ല. ഒത്തിരി കുഞ്ഞിക്കണ്ണന്മാരും ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു നിമിഷം നിങ്ങൾ പരസ്പരം സംസാരിക്കല്ലേ, പ്ലീസ്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, എന്റെ ചോദ്യം ഇതാണ്. ഈ പറയുന്ന കണക്കുകൾ തന്നെയാണ് കേന്ദ്ര ബജറ്റിലെയും പ്രശ്നം. ഇപ്പൊ നോക്കൂ, കേന്ദ്ര ബജറ്റിന് മുമ്പ് നമ്മുടെ മുമ്പിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല. എന്താണ് രാജ്യത്തിന്റെ സമ്പദ് വളർച്ച എന്നതിനെ കുറിച്ചൊരു കണക്ക് നമ്മുടെ മുമ്പില്ല. അവിടെ കണക്ക് മറച്ചു വെക്കുകയാണ്. അവിടെ മുമ്പിൽ കണക്കുണ്ട്. അപ്പോൾ കണക്കിൽ ഒന്ന് പറയുന്നു. ഇപ്പോൾ 2020-21 നമുക്ക് നികുതി സമാഹരണമേ ഉണ്ടായിരുന്നില്ല, ലോക്ക്ഡൗൺ ആയിരുന്നു. അവിടെ നിന്ന് നമുക്ക് കുതിച്ചാട്ടം ഉണ്ടായിരുന്നു, കുതിച്ചാട്ടം ഉണ്ടായിട്ടുണ്ട്, വളർച്ച ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മതിയോ എന്ന ക്വസ്റ്റ്യനാണ് ഉന്നയിക്കുന്നത് സി പി ജോൺ. അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ കോർപ്പറേറ്റ് അരിസ്ട്രോക്രാറ്റ് ലൈനിൽ ഇത്തരം ചർച്ചകളിൽ വന്ന് ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ പ്രതിനിധികളോട് സംസാരിക്കരുത്. ആ അരിസ്ട്രോക്രസിയൊക്കെ ഇവിടെ കോർപ്പറേറ്റ് കമ്പനികളിൽ മതി, ഞങ്ങളോട് വേണ്ട. ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ്, ഡെമോക്രാറ്റിക് ആയ ഒരു മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളുടെ കണക്ക് അദ്ദേഹത്തിന് ബോധ്യപ്പെടാത്തത്, അദ്ദേഹം എന്താണ് കോർപ്പറേറ്റ് അരിസ്ട്രോക്രാറ്റിനെ പോലെ പെരുമാറുകയാണ്. ഇയാൾ എല്ലാത്തിനും ധ്വനി വെച്ച് സംസാരിക്കല്ലേ? ഇയാള് വിഷയം പറ, ധ്വനി വെച്ച് സംസാരിക്കണം. എന്തോ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കും. നമ്മൾ കാണിക്കും. ശരി, കുഞ്ഞിക്കണ്ണൻ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കി ആ പോയിന്റിലേക്ക് വരും. പ്ലീസ് കൺക്ലൂഡ് ചെയ്യും. ഹലോ അജിംസെ, കേരളത്തിന്റെ ബജറ്റിനെ കുറിച്ചും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും യു ഡി എഫിന്റേതായ അഭിപ്രായമുണ്ട്, അത് പറയാം. പക്ഷെ ഞാൻ എന്റെ അഭിപ്രായം പറയുമ്പോൾ, ഞാൻ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയുടെ നിലപാട് പറയുമ്പോൾ, ഈ ചാടി വീഴാൻ ഈ മാന്യനാരാണ്? ഇദ്ദേഹമാണോ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്? പോയിന്റിലേക്ക് വരും.